വീരസവർക്കറെ അനുകൂലിച്ചുള്ള FB പോസ്റ്റ് പങ്കുവച്ച് മലപ്പുറം DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബു മോഹൻ കുറുപ്പ്. മാധ്യമനിരീക്ഷൻ ശ്രീജിത്ത് പണിക്കരുടെ FB പോസ്റ്റാണ് പങ്കുവച്ചത്. പലർക്കും സവർക്കറോട് വിയോജിപ്പും എതിർപ്പുമൊക്കെ കാണും എന്നുകരുതി സത്യമല്ലാതെ ആവില്ലല്ലോ എന്ന പോസ്റ്റാണ് പങ്കുവച്ചത്. മലബാറിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് അഡ്വക്കേറ്റ് ബാബു മോഹൻ കുറുപ്പ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ഒപ്പം ചേരുകയാണ്. ശിവദാസ്, എന്താണ് ആ കുറിപ്പിൽ? ഒരു കോൺഗ്രസ് നേതാവാണ് ഇത് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാറിലെ ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ്. അദ്ദേഹമാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ വീര സവർക്കറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പ് പങ്കുവച്ചത്. അതായത് നിലവിൽ അത് മാധ്യമ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പ് അത് അദ്ദേഹം ഷെയർ ചെയ്യുകയായിരുന്നു. ആ കുറിപ്പിൽ കൃത്യമായി ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ഇങ്ങനെയാണ്: കാര്യം പലർക്കും സവർക്കറിനോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ കാണും, പക്ഷേ എന്നു കരുതി സത്യമല്ലാതെ ആവില്ലല്ലോ എന്ന് ശ്രീജിത്ത് പണിക്കർ ആ കുറിപ്പിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും സ്കൂൾ ചോദ്യക്കടലാസിലെ ചോദ്യത്തിലും ഉത്തരത്തിലും തെറ്റൊന്നുമില്ല. അതുകൊണ്ട് സസ്പെൻഷൻ കിട്ടിയ അധ്യാപകൻ ധൈര്യമായി കോടതിയെ സമീപിക്കണം. ഭരിക്കുന്ന സർക്കാരിന് ഇഷ്ടമല്ലെന്ന് കരുതി ചരിത്ര വസ്തുതകൾ മാറില്ലല്ലോ എന്നും ശ്രീജിത്ത് പണിക്കർ ആ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിലൂടെ ഷെയർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വീര സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള കാസർഗോഡുണ്ടായ വിവാദമൊക്കെ അറിയാം. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സംഭവമുണ്ട്. ഇതിനെ തുടർന്നായിരുന്നു ശ്രീജിത്ത് പണിക്കർ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. ആ പോസ്റ്റാണ് ഇപ്പോൾ മലബാറിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖനായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത്. ബാബു മോഹനക്കുറുപ്പ്, അദ്ദേഹം കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ അടക്കം നിരവധി ലേഖനങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്. മലബാറിലെ ഒരു കോൺഗ്രസിന്റെ ഒരു ബുദ്ധിജീവി എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ ഈ ഒരു സത്യം വിളിച്ചു പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു കുറിപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പിന്നീട് അദ്ദേഹം ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും ഏറെ സമയം ആ പോസ്റ്റ് അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. എന്തായാലും ശ്രീജിത്ത് പണിക്കരുടെ വീര സവർക്കറിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്.